എൻ്റെ ഉള്ളിൽ കുടികൊള്ളേണമേ എൻ്റെ സദ്ഗുരുനാ. എൻ്റെ ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയാണ്. വളരെ പ്രസിദ്ധനായ ഒരു സന്യാസി വര്യനാണ് അദ്ദേഹം. ചെങ്കോട്ടൂണം ശ്രീരാമദാസ ആശ്രമത്തിൻ്റെ മഠാധിപതിയായി. ഇപ്പോൾ സമാധിയായി. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരിക്കലും ആശ്രമത്തിൽ താമസിച്ചിട്ടില്ല. സാമ്പ്രദായിക സന്യാസത്തിൻ്റെ സാധനാ ചുവടുകളൊക്കെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു രീതിയിൽ ഞാൻ പോയിട്ടില്ല. അദ്ദേഹം എനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, മന്ത്രോപദേശം തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പല ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോടൊപ്പം യാത്രകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആ ആശ്രമത്തിലൊരു ബ്രഹ്മചാരിയായി ചേരുവാൻ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ആദ്യം തൊട്ട് തന്നെ അദ്ദേഹം എന്നോട് പറയുന്നൊരു കാര്യം, നീ ഒറ്റയ്ക്കിരുന്നാൽ ശരിയായിട്ടുള്ള ഗുരുഭക്തി നിനക്കുണ്ടെങ്കിൽ, കഠിനമായി ശ്രമിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഈശ്വര സാക്ഷാത്കാരം സാധിക്കും. അങ്ങനെ കാലഘട്ടം തൊട്ട് തന്നെ എന്നോട് പറയാറ്. ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരു ശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ ഒരു പ്രതിമ അദ്ദേഹം എനിക്ക് തന്നു. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു അമ്പലം പുനരുദ്ധരിക്കുന്ന ചുമതല എനിക്ക് അക്കാലത്തുണ്ടായിരുന്നു. അവിടെ ഒരു വേപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടിത് പ്രതിഷ്ഠിച്ച് അവിടെ ഇരുന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ അവിടെ ഇരുന്നത്. പ്രതിമയുടെ താഴെ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കാം. അങ്ങനെയാണ് അത് ഏകലവ്യ ആശ്രമം എന്നുള്ള പേരിട്ട കാര്യം. ഏകലവ്യൻ അങ്ങനെയാണല്ലോ ചെയ്തത്. അദ്ദേഹം വളരെ അഗാധമായ ആധ്യാത്മിക ജ്ഞാനമുള്ളൊരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ആധ്യാത്മികയിലെ പല പാഠങ്ങളും ദുർഗ്രാഹ്യമാണ്, മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തരും. ഒരുപക്ഷെ അദ്ദേഹത്തിനെ പോലെ ആധ്യാത്മിക തന്ത്രത്തിൽ, മെത്തഡോളജി ഓഫ് സ്പിരിച്വാലിറ്റി ഇല്ലേ, അതിൽ അറിവുള്ളവർ ലോകത്ത് തന്നെ കുറവായിരിക്കും. ചില രാത്രികൾ മുഴുവൻ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു, പല കാര്യങ്ങളെക്കുറിച്ചും. ആധ്യാത്മികം മാത്രമേ ഉള്ളൂ, മറ്റു ഒരു കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് ചർച്ച ചെയ്തിട്ടില്ല. കാരണം ആ സമയം ഞാൻ സിനിമയിൽ സഹസംവിധാനമായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ, അസോസിയേറ്റ് ഡയറക്ടർ, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ ലോകവും അദ്ദേഹത്തിൻ്റെ ലോകവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ എപ്പോഴൊക്കെ അദ്ദേഹത്തെ കാണണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ ഓടി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുമായിരുന്നു. എത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചാലും ഒരു കുഴപ്പമില്ല, നല്ല രസകരമായ മറുപടി പറയും. മാത്രമല്ല, വെറുതെ ഇങ്ങനെ ഭജന പാടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിത്യമായി ധ്യാനിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പൂജിക്കുക, അല്ലെങ്കിൽ ലോകസേവനം ചെയ്തുകൊണ്ട് ജീവിക്കുക, അതുമല്ലെങ്കിൽ യോഗാഭ്യാസങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഈ രാമായണം ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നാരായണീയം പഠിക്കുക, ഭഗവത്ഗീത പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട്, അതൊക്കെ ഞാൻ വളരെ ചെറുപ്പത്തിൽ ചെയ്തു തുടങ്ങി. ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ ക്ഷേത്രങ്ങളിൽ അവിടുത്തെ തിരുമേനിമാർ എത്ര വലിയൊരു സാധനയാണ് ചെയ്തിട്ടുള്ളത്. അവരിൽ ആർക്കാണ് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ളത്? ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ തിരിച്ചറിയാം? ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ തീർച്ചയായിട്ടും ഈശ്വര സാക്ഷാത്കാരം നേടിയൊരു വ്യക്തിയാണ്. കാര്യം അദ്ദേഹം ഗഹനമായ കാര്യങ്ങൾ വളരെ ലളിതമായി പറയും. അല്ലെ, ലളിതമായ കാര്യങ്ങൾ എടുത്തിങ്ങനെ പ്രസംഗിക്കുന്നതല്ല. നിങ്ങൾ രാവിലെ എണീക്കണം, കുളിക്കണം, പല്ലിക്കണം, ഇതൊന്നുമല്ല. അതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ശരിക്കും വളരെ ഡിഫിക്കൽട്ട്. അത് വേദങ്ങൾ വായിക്കുമ്പോഴും നമുക്കറിയാം, ഉപനിഷത്തുകൾ വായിക്കുമ്പോഴും അറിയാം.
ഒരു സാധാരണ മനസ്സിന് കടന്നു കയറാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അത്. അതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ അനഘടി വർഷം. സ്വാമിയുടെ ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കും. പക്ഷേ അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കും. ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ അത് പറയില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം, പഠിക്കണം, പിന്നീട് ചോദിക്കും. അത് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും. ഒരിക്കൽ അദ്ദേഹം ഒരു പേന എടുത്ത് എനിക്ക് തന്നു. അദ്ദേഹം അന്ന് അമേരിക്കയിലൂടെയൊക്കെ പോയിട്ട് വന്നപ്പം എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പേനയാണ്. അന്നത്തെ കാലത്ത് വലിയ അത്ഭുതമാണ്. പേനയുടെ അറ്റത്ത് ഒരു ക്ലോക്ക് കാണും, എൻ്റെ ഒരു ടൈം പീസ് പോലെ ഒരു വാച്ച് പോലെ. അത് അദ്ദേഹം എൻ്റെ ഇങ്ങനെ തന്നു. ആ, നീ ഇത് വെച്ചോടാ, അത്രേ ഉള്ളൂ. ഞാനത് വളരെ സൂക്ഷിച്ച് വെച്ചു. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് സ്വാമിജി എൻ്റെ വീടിനടുത്ത ഒരു ക്ഷേത്രത്തിലെ ഒരു പ്രസംഗത്തിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു. 1-2 തവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അയലോത്ത് പക്കത്തുള്ള കുറേ മാന്യന്മാരെ ആളുകളൊക്കെ വന്നു. അത് അവരുമായിട്ടൊക്കെ അദ്ദേഹം സംസാരിച്ചു. പിന്നീട് ഞങ്ങളുടെ വീടിൻ്റെ ഹാളിലേക്ക് അദ്ദേഹം വന്ന് ഇരുന്നു. എന്നിട്ട് അമ്മയോട് ചോദിച്ചു, ഇവൻ്റെ മുറി എവിടെയാണ്? അപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. കാര്യം എൻ്റെ മുറി എന്ന് പറഞ്ഞാൽ അലങ്കോലമാണ്. മുറിയുടെ വാതിൽക്ക് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ റിഫ്യൂ ഡെയർ എന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് കയറിയാണ്. അങ്ങനെയാണ്. ഓരോ അച്ചടക്കവും എനിക്ക് അക്കാലത്ത് വായനയിലും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ത് കിട്ടിയാലും വായിക്കും. ശർക്കര പൊതിഞ്ഞ് കൊണ്ടുവരുന്ന പേപ്പറിൽ എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അതും ആ മുറി കിടക്കും. അങ്ങനെയാണ്. ഒരു ഡ്രസ്സുമൊക്കെ കിടക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ ഞെട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, അവൻ്റെ മുറിയിൽ ഞങ്ങളാരും കയറില്ല, അത്ര അലങ്കോലമാണ്. അപ്പോൾ സ്വാമി പറഞ്ഞില്ല, എനിക്കൊന്ന് കാണണം. എനിക്ക് അല്പം തോന്നി, സ്വാമി സത്യാനുസരിച്ച് എന്തിനാണ് എൻ്റെ മുറിയിൽ കയറി വരുന്നത്? ഞാനങ്ങനെ ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആളൊന്നുമല്ല, ഒരു ശിഷ്യന്മാർക്കിടയിലേ ഞാനില്ല. ഒരു പക്ഷേ ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ സ്ഥാനം എനിക്ക് അവിടെ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് നയിച്ചു. അകത്ത് ചെന്ന് ഒരു മേശയുണ്ട്, ആ മേശയിൽ കസേരയിൽ അദ്ദേഹം ഇരുന്നു. എന്നിങ്ങനെ ചുറ്റും നോക്കി. നമ്മുടെ ഒരു പുത്രനോ അല്ലെങ്കിൽ ഒരു അനന്തരവനോ ഒരു വീട് വെച്ചാൽ ആ വീട് കാണാൻ പോകുന്ന ഒരു സന്തോഷം, അതുപോലെയായിരുന്നു അദ്ദേഹത്തിന് മുഖത്ത്. പക്ഷേ ചുറ്റും ഇങ്ങനെ ഒരടുക്കുമില്ലാതെ കിടക്കുകയാണ് സാധാരണ. എന്നിട്ട് അദ്ദേഹം മേശയുടെ ഡ്രോയർ ഇങ്ങനെ വലിച്ചു ബാക്കിലോട്ട്. എന്നിട്ട് അകത്തേക്ക് നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, എവിടെ ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എന്ത് എവിടെയെന്ന്, എന്ത് സാധനമാണ് എവിടെയെന്ന് ചോദിക്കുന്നിപ്പോൾ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഓർമ്മയേ വന്നില്ല. പക്ഷേ ഗുരുത്വം എന്ന് പറയുന്നൊരു ശക്തി അവിടെ വർക്ക് ചെയ്തു. ആ ട്രാക്കുള്ളിൽ അകത്ത് അന്ന് സ്വാമി തന്ന പേന ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഞാൻ പിന്നെ അത് മറന്നുപോയി. മറ്റാരും എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഭസ്മമൊക്കെ ഇട്ട് വെച്ചു. ഇപ്പോൾ പേടിയായിരിക്കും, ഭസ്മമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അതുകൊണ്ടായിരിക്കും ആരും എടുത്തില്ല. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു മാറ്റി. ഞങ്ങൾ 6 മക്കളുള്ള ഒരമ്മയുടെ മകനാണ് ഞാൻ. അപ്പം നിങ്ങൾക്കറിയില്ല, അവർ തമ്മിൽ പ്രായ വ്യത്യാസമൊന്നും അധികം ഇല്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയിലേക്ക് കയറി പേനയൊക്കെ അടിച്ചു മാറ്റുക സ്വാഭാവികമാണ്. പക്ഷേ ആരും അത് ചെയ്തില്ല. കാര്യം ഈ പേനയും വെച്ചിട്ട് അതിൽ ഭസ്മൊക്കെ ഇട്ട് വെച്ചിരുന്നു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി സ്വാമി ഉദ്ദേശിക്കുന്ന ഈ പേനയാണ്. ഞാൻ ആ പേന എടുത്തിട്ട് സ്വാമി കൊടുത്തു. ഇതല്ലേ ചോദിച്ചു. അപ്പോൾ സ്വാമിയുടെ മുഖം അങ്ങ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് സ്വാമി പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് അദ്ദേഹം ഒരു വാചകം കൊണ്ട് പറഞ്ഞു, എൻ്റെ ഗുരു ശ്രീ നീലകണ്ഠ ഗുരുപാദർ, അദ്ദേഹം എന്നെ ഇതുപോലെ പരീക്ഷിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ, ഈ ഗുരു എന്ന് പറയുന്ന പദത്തിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ ആ ഗുരു പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും, അത്ര ഒരു പ്രാധാന്യമില്ലാത്തൊരു രീതിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് പോലും വലിയ വിലയുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായിക്കളയും.
ഇതൊരു അപ്രസക്തമായ കാര്യമാണ്. ഒരു ചെറിയ പേന എടുത്ത് തന്നിട്ടാ നീ വെച്ചോ എന്ന് പറയുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ പേന കൊണ്ടോ കയ്യിലെന്ന് ചോദിക്കുക. ഞാൻ അത്ര ഓർമ്മശക്തിയുള്ള ആളായതുകൊണ്ടൊന്നുമല്ല എനിക്ക് ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ പറ്റുക. ആ സമയം എൻ്റെ കണ്ണുകൾ ആ ഡ്രോയറിൽ അകത്തിരിക്കുന്ന പേനയിൽ ചെന്ന് തൊട്ടു എന്നതാണ്. എനിക്കൊന്ന് ഇതാണ് ഗുരുത്വം. അതായത് ഏതോ ഒരു ശക്തി നമ്മളിങ്ങനെ പിന്തുടരും. നമുക്ക് വലിയ അബദ്ധം പറ്റാം, അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് അത് നമ്മളറിയാതെ തന്നെ ഏതൊരു ശക്തി ഒന്ന് സോൾവ് ചെയ്യുന്നു. അതാണ് സത്യത്തിൽ എനിക്ക് ആ പേന എനിക്ക് എടുത്ത് കൊടുക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഞാനത് പരാജയപ്പെടുകയായിരുന്നു. അദ്ദേഹം ശ്രദ്ധിച്ചത് ഗുരു ചെയ്യുന്ന അല്ലെങ്കിൽ ഗുരു പറയുന്ന കാര്യങ്ങളിൽ ശിഷ്യന് എത്ര ശ്രദ്ധയുണ്ട് എന്ന് ഉള്ളൊരു പരീക്ഷണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവും അത് ചെയ്തു. അദ്ദേഹം ഒരുപക്ഷെ നീലകണ്ഠ ഗുരുപാദരുടെ പേന എടുത്ത് തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഭയങ്കര സജീവമായ ശ്രദ്ധ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ചെയ്തത് ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഗുരു കടാക്ഷം എന്ന് പറയുന്നത് പരിപൂർണമാണ്. അത് ഭാഗ്യമായി നിൽക്കും, അത് നമ്മുടെ സ്വത്തായിട്ട് നിൽക്കും, അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ശക്തിയായിട്ട് നിൽക്കും, തെറ്റുകൾ ചെന്ന് വീഴാതെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരും, നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതാണ് സവിശേഷമായ ശ്രദ്ധയാണ് ഗുരുത്വമെന്ന് സ്വാമി സത്യാനന്ദ സരസ്വതി ഡിഫൈൻ ചെയ്യുന്നത്. അത് സവിശേഷമായ ശ്രദ്ധയാണ്. എവിടെയൊക്കെ നമ്മളത് പിന്തുടരും എന്നാലോചിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗുണം. ഒരിക്കൽ ഞാൻ സ്വാമിയുടെ ഒരു സംഭാഷണത്തെ സ്വാമി വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ പറഞ്ഞു, സ്വാമി ഒരു കാര്യത്തിൽ ഞാൻ സ്വാമിയോട് ഭയങ്കര കോമ്പീറ്റ് ചെയ്യുന്നു, മറ്റൊരു കാര്യത്തിൽ എനിക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ രീതികളും അല്ല അദ്ദേഹത്തിൻ്റെ കഴിവുകളും എനിക്കില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ കോമ്പീറ്റ് ചെയ്ത് ഞാൻ വിജയിക്കും. അപ്പോൾ സ്വാമി ചോദിച്ചത് എന്താണ്? അങ്ങയുടെ ഗുരുവിനോട് തോന്നുന്ന ഗുരുഭക്തിയേക്കാൾ വലിയ ഗുരുഭക്തി എനിക്ക് അങ്ങയോടുണ്ടാവും. സ്വാമി പൊട്ടിച്ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. ഗുരുവിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞാൽ അവിടെ കർപ്പൂരത്തിൻ്റെ ഗന്ധം വരും. അത്ര ഗുരുഭക്തിയാണിത്, വല്ലാത്തൊരു ഗുരുഭക്തിയാണിത്. നമുക്കൊന്നും അടുത്ത് പോകാൻ പറ്റില്ല, എങ്കിലും ആ ചെറുപ്പത്തിൻ്റെ തിളപ്പാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം പറഞ്ഞു അങ്ങേക്കാൾ വലിയ ഗുരുഭക്തി എനിക്കുണ്ടാവും. അദ്ദേഹത്തോളം ഗുരുഭക്തി എന്ന് ലോകത്താർക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എന്നാണ്, എൻ്റെ ഗുരു വളരെ കാഷ്വലായിട്ട് പറയുന്ന കാര്യം പോലും ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. അത് പിന്നീട് ജീവിതത്തിൽ വലിയൊരു ഗുണമായിട്ട് മാറി. അതാണ് നമ്മുടെ യോഗിമാർ പറയുന്നത് ഗുരു കടാക്ഷം പരിപൂർണം. श्री सत्यानंद गुरुनाथ।